ഹായ് ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു സ്കൂളി. വരുൺ സർ ആണ്. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും നിങ്ങളെ വെക്കേഷൻ അടിച്ച് പൊളിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെ സ്കൂളിൽ ഇതാ ഇപ്പോൾ പറഞ്ഞു തുടങ്ങാനായി അല്ലേ? ഇപ്പോൾ തുറക്കൂലേ? ഇപ്പോൾ ജൂണിൽ തുറക്കുമല്ലോ. ആ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മൾ വീണ്ടും കുറച്ച് സീരിയസ് ആവണം. അതേപോലെ നമ്മളെ ഇപ്രാവശ്യം 9ാം ക്ലാസ് ആണ്. അപ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം? കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആയേ പറ്റൂ. കാരണം കുറച്ച് പുതിയ ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുറച്ച് അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം ഫിസിക്സിന് നിങ്ങൾ ഒന്നിച്ച് ഞാനും കൂടി ഉണ്ടാവും. ഓക്കെ, ഫിസിക്സിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് 5 ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് മോഷൻ, ഫസ്റ്റ് ചാപ്റ്റർ മോഷൻ. പിന്നെ വരുന്നത് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ. പിന്നെ വരുന്നത് ഗ്രാവിറ്റേഷൻ. പിന്നെ വരുന്നത് വർക്ക് ആൻഡ് എനർജി. പിന്നെ സൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നതാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് എല്ലാം വളരെ ഈസി ആയിരിക്കും കേട്ടോ. അതുമാത്രമല്ല, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾ ഓൾറെഡി പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് മോഷൻ എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, എന്താണ് ഈ മോഷൻ? പലതരത്തിലെ മോഷൻ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്ലോ മോഷൻ അല്ലേ, അല്ലെങ്കിൽ ഫാസ്റ്റ് മോഷൻ അല്ലേ, പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ മോഷൻ എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. യെസ്, എപ്പോഴാണ് നമ്മൾ പറയുക ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു മീൻസ് ഹീസ് ഇൻ മോഷൻ? നമ്മൾ എപ്പോഴാണ് അത് പറയുക? അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു 4 പിക്ചേഴ്സ് കാണാം അല്ലേ? ഫസ്റ്റത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാർ ഇതാ നല്ല ഫാസ്റ്റായിട്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഈ സ്പീഡ്? അതായിരിക്കും നിങ്ങളെ അടുത്ത ഡൗട്ട്. ഈ സ്പീഡ് എന്താണെന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മോഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഫസ്റ്റത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ആ കാർ എന്ത് ചെയ്യാണ്? യെസ്, നല്ല സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി അതേപോലെ സെക്കൻഡ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബേർഡ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു പക്ഷിയുണ്ട്. എന്താ ചെയ്യുന്നത്? യെസ്, അതിങ്ങനെ പറന്ന് പോവാണ്. മൂന്നാമത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പാണ് അല്ലേ? ബസ് സ്റ്റോപ്പിൽ എന്ത് ചെയ്യാണ്? ആൾക്കാർ അവിടെ നിൽക്കുകയാണ്, ബസ് കാത്ത് നിൽക്കുകയാണ്. യെസ്, ഇനി നാലാമത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യാണ്? യെസ്, അയാൾ ഓടുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും മീൻസ് അയാൾ അല്ലെങ്കിൽ ആ ഒരു വസ്തു മോഷനിലാണെന്ന് പറയാൻ പറ്റിയ പിക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതൊക്കെയാണ്? യെസ്, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് അല്ലേ? തേർഡ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബസ് സ്റ്റോപ്പിൽ ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. അവർ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, മൂവ് ചെയ്യുന്നില്ല. ബസ് വന്നു കഴിഞ്ഞാൽ അവർ മൂവ് ചെയ്യും, പക്ഷെ ഇപ്പോൾ അവിടെ നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു? മീൻസ് ദേ ആർ അറ്റ് സ്റ്റേഷനറി പൊസിഷൻ, അതായത് അവർ മോഷനിലല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. നോക്കുക, അതായത് നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു ദിവസം രാവിലെ ഇറങ്ങുകയാണ് അല്ലേ? ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സ്കൂളിലേക്ക് പോവാണെന്ന് വിചാരിക്കാം. അപ്പോൾ സ്കൂളിലേക്ക് പോവാണ് രാവിലെ. നിങ്ങൾ ജസ്റ്റ് വാതിൽ തുറക്കുമ്പോൾ തന്നെ നിങ്ങളെ വീട്ടിന് മുറ്റത്തുന്നുണ്ട് യെസ് ഒരു മാവ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മാവ് നിങ്ങൾ പണ്ട് തൊട്ടേ നിങ്ങൾ ഈ മാവിനെ ഇങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുമല്ലോ. കാണും. രാവിലെ നിങ്ങളിപ്പോൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ ആ മാവിനെ കാണും. പിന്നെ വൈകിട്ട് വരുമ്പോഴും ആ മാവ് അവിടെ തന്നെ ഉണ്ടാവും. അടുത്ത ദിവസം എന്താണ്? അടുത്ത ദിവസം ആ മാവ് അവിടെ തന്നെ ഉണ്ടാവും അല്ലേ? അതിപ്പോൾ ഇനി 1 വർഷം കഴിഞ്ഞാലും ആ മാവ് അവിടെ തന്നെ ഉണ്ടാവും. അതായത് സമയം എന്ത് ചെയ്യുന്നുണ്ട്? സമയം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? യെസ്, ആസ് പെർ ദ ടൈം ഈസ് ഗോയിങ് ഓൺ, വാട്ട് ഈസ് ഹാപ്പനിങ്? ദ പൊസിഷൻ ഓഫ് ദി ട്രീ ഈസ് നോട്ട് ചേഞ്ചിങ്, ഓർ ദ പൊസിഷൻ ഓഫ് ദി മാംഗോ ട്രീ ഈസ് നോട്ട് ചേഞ്ചിങ്. മനസ്സിലായോ? അതായത് സമയം ഇങ്ങനെ പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? യെസ്, ആ ഒരു മാവിൻ്റെ പൊസിഷൻ മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ്, ദാറ്റ് പെർട്ടിക്കുലർ മാംഗോ ട്രീ ഈസ് അറ്റ് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. മനസ്സിലായോ? അപ്പം റെസ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? റെസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റേഷനറി പൊസിഷൻ ആണ്. അഥവാ ആ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നില്ല? ആ ഒരു ഒബ്ജക്റ്റ് ചലിക്കുന്നില്ല. ഓക്കെ, സമയം മാറുന്നതനുസരിച്ച് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ ഒരു വ്യത്യാസം വരുന്നില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
അങ്ങനെയാണെങ്കിൽ എന്താണ് ഒബ്ജക്ട്സ് അറ്റ് മോഷൻ, അല്ലെങ്കിൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റൂലേ? പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ മോഷൻ എന്ന് പറഞ്ഞാൽ? യെസ്, ഒരു വസ്തുവിൻ്റെ പൊസിഷൻ സമയം മാറുന്നതനുസരിച്ച് അതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, ദാറ്റ് പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഇസ് അറ്റ് മോഷൻ ഓർ ഇറ്റ് ഈസ് ഇൻ മോഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യെസ്, അവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാം അല്ലേ? ഒരു ലെപ്പേർഡ് ഉണ്ട് അല്ലേ? ഒരു ലെപ്പേർഡ് എന്ത് ചെയ്യാണ്? ഓടുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആ ഒരു ലെപ്പേർഡിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ലെപ്പേർഡ് ഒരു പൊസിഷനിലാണ് ഉള്ളത്. പക്ഷെ അടുത്ത സെക്കൻഡിൽ ഞാൻ നോക്കുമ്പോഴേക്ക് ആ ഒരു പൊസിഷനിലായിരിക്കുമോ? അല്ല, അത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ സമയം മാറുന്നതനുസരിച്ച് ആ ഒരു ലെപ്പേർഡിൻ്റെ പൊസിഷനിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. സോ എനിക്ക് എന്ത് പറയാം? ആ ഒരു ലെപ്പേർഡ് മോഷനിലാണ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ യെസ്, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു അല്ലേ? ഇപ്പോൾ ജൂണിൽ നിങ്ങളെ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് അല്ലേ? 9ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇതുവരെ പഠിച്ച പോലെയല്ല, കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങൾ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ സ്കൂളിൻ്റെ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാവുന്ന ആ ഒരു നമ്പറിൽ എന്ത് ചെയ്യുക? കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. കേട്ടില്ലേ? അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെന്ന് എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. നിങ്ങൾ മുന്നിലേക്ക് കൂടി ഒരു ബസ് വരികയാണ്. ആ ബസ്സിൽ നിങ്ങളെ ഫ്രണ്ട് കയറി. ഓക്കെ, നിങ്ങളെ ഫ്രണ്ട് എന്ത് ചെയ്തു? ഫ്രണ്ട് ആ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകാൻ വേണ്ടി കയറി. ആ ബസ് എന്ത് ചെയ്തു? യെസ്, ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി. ആൾക്കാർ കയറി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ് ആ ബസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, ആ ഒരു ബസ് മോഷനിലാണല്ലോ. ദാറ്റ് ബസ് ഈസ് അറ്റ് മോഷൻ, റൈറ്റ്? ഇനി അതിൻ്റെ അകത്ത് നിങ്ങളെ ഫ്രണ്ടും കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളെ ഫ്രണ്ട് ശരിക്കും മോഷനിലാണോ? നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങളെ ഫ്രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ ഫ്രണ്ടും ഓരോ ടൈം മാറുന്നതനുസരിച്ച് ആ ഫ്രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആ ബസ്സിൻ്റെ ഒന്നിച്ച് ഇങ്ങനെ അവൻ്റെ പൊസിഷനും കൂടി ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ? സോ നിങ്ങൾക്ക് എന്ത് പറയാം? അതായത് നിങ്ങളെ ഫ്രണ്ടും മോഷനിലാണ് എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങൾ പുറത്തുനിന്ന് നോക്കുകയാണ്. മനസ്സിലായില്ലേ? ഇനി അങ്ങനെയല്ല, അതേ സെയിം ബസ്സിൽ നിങ്ങൾ കയറുകയാണെന്ന് വിചാരിക്കുക. അതേ സെയിം ബസ്സിൽ നിങ്ങളെ ഫ്രണ്ടും കയറുവാണ്. നിങ്ങൾ രണ്ടാളും ബസ്സിൽ പോവുകയാണ്. ഓക്കെ, ഇനി ആ ബസ്സിൻ്റെ അകത്തുനിന്ന് നിങ്ങളെ ഫ്രണ്ടിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട് ചലനത്തിലാണോ? ഇസ് ഹി ഇൻ മോഷൻ? അവൻ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. മനസ്സിലായോ? ബസ്സിൻ്റെ അകത്താവുമ്പോൾ നിങ്ങളും ഉണ്ട്, നിങ്ങളെ ഫ്രണ്ടും ഉണ്ട്. അപ്പം നിങ്ങളെ ഫ്രണ്ടിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട് മൂവ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം എന്ത് ചെയ്യുക? മനസ്സിൽ വെക്കുക. അതായത് an object may appear to be moving for one person and stationary for some other. മനസ്സിലായില്ലേ? അതായത് ഒരു ഒബ്ജക്റ്റ് ഒരാളുടെ പെർസ്പെക്റ്റീവിൽ ചിലപ്പോൾ മോഷനിലായിരിക്കാം, പക്ഷെ മറ്റൊരാളുടെ പെർസ്പെക്റ്റീവിൽ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ റെസ്റ്റിലായിരിക്കാം. മനസ്സിലായില്ലേ? ജസ്റ്റ് ഇതാ ഫസ്റ്റ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതാ നിങ്ങളെ ഫ്രണ്ടും നിങ്ങളും ആ ബസ്സിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങളെ ഫ്രണ്ടിന് നോക്കിക്കഴിഞ്ഞാൽ അവൻ റെസ്റ്റിലാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ പെർസ്പെക്റ്റീവിൽ അവൻ റെസ്റ്റിലാണ്. പക്ഷേ നിങ്ങളിപ്പോൾ പുറത്താണെങ്കിൽ, നിങ്ങൾ ബസ് സ്റ്റോപ്പിലാണെങ്കിൽ ഒരു ബസ്സിൽ നിങ്ങളെ ഫ്രണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങളെ ഫ്രണ്ട് മോഷനിലാണെന്ന് പറയാം. ക്ലിയർ അല്ലേ? യെസ്. ഇനി മോഷൻ പല ടൈപ്പിലുണ്ട്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ. വൈബ്രേഷൻ ഒരു മോഷനാണ്. വൈബ്രേഷൻ പറഞ്ഞാൽ ഓൾറെഡി അറിയാലോ, ഗിറ്റാർ, വയലിൻ. ഓക്കെ, ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കുന്ന പല മക്കളും ഉണ്ടാവും എനിക്കറിയാം അല്ലേ? ഇതിൻ്റെ സ്ട്രിങ്സ് എന്താ ചെയ്യുക? യെസ്, സ്ട്രിങ്സ് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്ട്രിങ്സ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം സ്ട്രിങ് ഏത് പൊസിഷനിലാണോ ഉണ്ടായത് അതിൽ നിന്ന് എന്താവുകയാണ്? ശരിക്കും മാറുക ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയാം.
കേട്ടില്ലേ? അപ്പോൾ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മോഷൻ ആണ്. പിന്നെ സെക്കൻഡ് വൺ നിങ്ങൾക്ക് കാണാം സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? യെസ്, അതായത് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, സർക്കുലാർ ആയിട്ട് മീൻസ് അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു അത്ലീറ്റ് എന്ത് ചെയ്യാണ്, ഒരു സർക്കുലാർ ട്രാക്കിലേക്ക് ഇങ്ങനെ ഓടുകയാണ്. മനസ്സിലായോ? മീൻസ് ഒരു സർക്കിളിലേക്ക് കൂടി മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? സർക്കുലാർ മോഷൻ എന്ന് പറയും. പിന്നെ തേർഡ് വൺ നിങ്ങൾക്ക് കാണാം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മനസ്സിലായോ? അതായത് ഒരു നേരെയുള്ള ഒരു റോഡ്, സ്ട്രെയിറ്റ് ആയ ഒരു റോഡിലേക്ക് കൂടി ഒരു കാർ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറയും. കേട്ടില്ലേ? അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. ഓക്കെ, ഈ പാർട്ടിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇനി ഡൗട്ടല്ല കുറച്ച് നല്ല ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓക്കെ, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും കേട്ടോ. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബാച്ച് ഇപ്പോൾ അടുത്ത് തന്നെ ആരംഭിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു പാർട്ടിൽ കാണാം. ബൈ.